എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് എക്രോസ് ഏജസ് എന്ന ഈ പരമ്പരയിലെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഈ സീരീസിലെ പ്രീ ഹിസ്റ്റോറിക് കേരള, സംഗമേജ്, ഡാർക്ക് ഏജ്, ടെമ്പിൾ ഏജ് എന്നീ എപ്പിസോഡുകൾ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് 1200 മുതൽ 1800 വരെയുള്ള കേരളത്തിൻ്റെ കഥയാണ്, ദ മാരിടൈം ഏജ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അറബിക്കടലിൻ്റെ തീരത്ത് നീളെ പരന്നു കിടക്കുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞ നാട്, മൺസൂൺ മേഘങ്ങൾ നിറഞ്ഞ ആകാശം, കടൽക്കാറ്റിൽ കലർന്ന കുരുമുളകിൻ്റെ മണം, തിരകളിൽ ആടുന്ന മരക്കപ്പലുകൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന വ്യാപാരികൾ, അറബി, മലയാളം, പേർഷ്യൻ, ചൈനീസ്, പിന്നീടെത്തുന്ന പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്. ഇതാണ് കേരളം. ചരിത്രത്തിൻ്റെ അരികിൽ ഒതുങ്ങി നിന്ന ഒരു ദേശമല്ല അത്. ലോകചരിത്രത്തിന് നടുവിൽ നിന്ന ദേശമാണത്, നമ്മുടെ ഈ കൊച്ചു കേരളം. കേരളത്തിൻ്റെ സമുദ്ര ചരിത്രം, ദ മാരിടൈം ഏജ്, 1200 മുതൽ 1800 വരെയുള്ള കാലഘട്ടമാണ്. നമുക്കതിനെ 7 ഭാഗങ്ങളായി തിരിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഓരോ ഭാഗവും ഒരു വലിയ തിരിവാണ്. ഒരു തുറമുഖത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ ശക്തിയുടെ വരവ്, വ്യാപാര രീതിയുടെ മാറ്റം, കടലിൻ്റെ മേലുള്ള അധികാര പോരാട്ടം, ഇവയെല്ലാം ഓരോ ഭാഗത്തുമുണ്ട്. ഇത് കുരുമുളകിൻ്റെ കഥയാണ്. ഇത് കോഴിക്കോടിൻ്റെയും കൊച്ചിയുടെയും കഥയാണ്. ഇത് സാമൂതിരിമാരുടെയും വ്യാപാരി സമൂഹങ്ങളുടെയും കഥയാണ്. കേരളത്തെ ഒരു വ്യാപാര കേന്ദ്രമായി മാറ്റിയതിൽ സാമൂതിരിയുടെ പങ്ക് എൻ്റെ എപ്പിസോഡ് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇത് പോർച്ചുഗീസ്, ഡച്ച്, തിരുവിതാംകൂർ, ബ്രിട്ടീഷ് ശക്തികൾ കേരളത്തിൻ്റെ തീരത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന കഥയാണ് ഇന്നത്തേത്, ദ മാരിടൈം ഏജ്. അതിലും പ്രധാനമായി അറബിക്കടൽ കേരളത്തെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചില്ല, ലോകത്തോട് ബന്ധിപ്പിച്ചു എന്ന സത്യവും ഈ കഥയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. എന്തായാലും ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. 1200 മുതൽ 1300 വരെയുള്ള കാലം. കേരളത്തിലെ പഴയ രാഷ്ട്രീയ ക്രമം തകർന്നു. അത് നമ്മൾ അവസാനത്തെ എപ്പിസോഡിൽ കേട്ടതാണല്ലോ. പ്രദേശം പല പ്രാദേശിക ശക്തികളായി വിഭജിക്കപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിലാണ് കോഴിക്കോട് അഥവാ കാലിക്കറ്റ് സാമൂതിരിമാരുടെ കീഴിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ചരിത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കോഴിക്കോട് ഒരു വലിയ തുറമുഖ കേന്ദ്രമായി വളർന്നത് 13ാം നൂറ്റാണ്ടിലാണ് എന്നാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പിന്നിൽ ഒരു വലിയ സാമ്പത്തിക മാറ്റമുണ്ടായിരുന്നു. മസാല കൃഷി വ്യാപിച്ചു, വിപണികൾ വളർന്നു, തുറമുഖങ്ങൾ ഉൾനാടിനെയും കടലിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടങ്ങളായി മാറി. അതിനാൽ കോഴിക്കോട് ഉയർന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല, ഇത് കാലത്തിൻ്റെ ആവശ്യത്തിനുള്ള മറുപടിയായിരുന്നു. ഇവിടെ ഒരു പുതിയ സത്യം രൂപപ്പെട്ടു. കേരളത്തിൽ ശക്തി വെറും കരയുടമസ്ഥതയിൽ നിന്നല്ല, കടലിലെത്താനുള്ള കഴിവിലും നിന്നാണ്. ആ കഴിവാണ് കോഴിക്കോട് സ്വന്തമാക്കിയത്. ചരിത്രകാരന്മാർ പറയുന്നത് പോലെ കോഴിക്കോടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സാമൂതിരിയുടെ ശക്തിയും പരസ്പരം ഒരുമിച്ച് വളർന്നു വന്നവയായിരുന്നു. നഗരം സമ്പന്നമായപ്പോൾ ഭരണാധികാരി ശക്തനായി, ഭരണാധികാരി ശക്തനായപ്പോൾ നഗരം കൂടുതൽ സുരക്ഷിതമായി, നഗരം കൂടുതൽ സുരക്ഷിതമായപ്പോൾ കൂടുതൽ കപ്പലുകളെത്തി. അങ്ങനെ കോഴിക്കോട് വെറും പട്ടണമല്ല, കടലിൻ്റെ രാജ്യ തലസ്ഥാനം പോലെ മാറിത്തുടങ്ങി. ഇതാണ് ആദ്യത്തെ ഭാഗം, 1200 മുതൽ 1300 വരെയുള്ള കാലഘട്ടം, കോഴിക്കോട് ഉയർന്നു വന്ന കാലം. ഇനി നമ്മൾക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം, 14ാം നൂറ്റാണ്ടിലേക്ക്. 14ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോഴേക്കും കോഴിക്കോട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞിരുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇവിടെ അറബ് വ്യാപാരികളും ചൈനീസ് വ്യാപാരികളും തമ്മിൽ കണ്ടുമുട്ടി, കിഴക്കിൻ്റെ വസ്തുക്കളും പടിഞ്ഞാറിൻ്റെ വസ്തുക്കളും തമ്മിൽ കൈമാറിയിരുന്നു എന്നാണ്. ഒന്ന് ആ തുറമുഖം ഇമാജിൻ ചെയ്ത് നോക്കൂ. കടലിൽ നിരന്ന കപ്പലുകൾ, മണലിൽ കെട്ടിയിട്ട സാധനക്കെട്ടുകൾ, തുണിത്തരങ്ങൾ, നാണയങ്ങൾ, കുതിരകൾ, വിലയേറിയ വസ്തുക്കൾ. എന്നാൽ എല്ലാറ്റിൻ്റെയും മുകളിലൂടെ ഉയർന്നു നിന്ന ഒരു പേര് ഒന്നു മാത്രമാണ്, അത് കുരുമുളകായിരുന്നു. കേരളത്തെ ലോകമറിയാൻ കാരണമായ ആ പ്രധാന വസ്തു. കേരളത്തിലെ വ്യാപാര ഗണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ഈ കാലഘട്ടത്തിൽ കുരുമുളകാണ് പ്രധാന കയറ്റുമതി വസ്തു എന്നായിരുന്നു. 14ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം
സമ്പത്തിൻ്റെയും ചരക്കിൻ്റെയും കഥ മാത്രമല്ല, ഇത് സാംസ്കാരിക സംഗമത്തിൻ്റെയും കൂടെ കഥയാണ്. മുസ്ലിം വ്യാപാര സമൂഹങ്ങൾ, യഹൂദ വ്യാപാരികൾ, മറ്റ് വ്യാപാര ഗണങ്ങൾ ഇവ കേരളത്തെ ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ, കിഴക്കൻ ആഫ്രിക്ക, ചൈന എന്നിവയുമായി ബന്ധിപ്പിച്ച് വലിയ ശൃംഖലയുടെ ഭാഗമാക്കി. അങ്ങനെ 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ കോഴിക്കോട് ഒരു തുറമുഖം മാത്രമല്ല, ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും കൂടിച്ചേരുന്ന ഒരു മഹാനഗരമായി മാറിയിരുന്നു. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ഭാഗം. കോഴിക്കോട് മാത്രമല്ലല്ലോ നമ്മുടെ കൊച്ചി കേരളത്തിലുള്ളത്. കൊച്ചി കടലിൻ്റെ രണ്ടാമത്തെ വലിയ കവാടം തുറക്കുന്നത്, അതായത് കൊച്ചി തുറക്കുന്നത് 14-15 നൂറ്റാണ്ടിലാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഭാഗം. ബ്രിട്ടാനിക്ക പറയുന്നത് ഒരിക്കൽ ചെറിയൊരു മത്സ്യബന്ധന കുടിയിരിപ്പായിരുന്ന കൊച്ചി 14-ാം നൂറ്റാണ്ടിൽ വെള്ളപ്പാതകളിലും നദീതടങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളാൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ തുറമുഖങ്ങളിൽ ഒന്നായി മാറിയെന്നാണ്. ഇതോടെ കേരളത്തിൻ്റെ സമുദ്ര ചരിത്രം കൂടുതൽ സങ്കീർണവും കൂടുതൽ ശക്തവുമാകുന്നു. ഇനി ഇതൊരു തുറമുഖത്തിൻ്റെ മാത്രം ചരിത്രമല്ല, അത് മാറുകയാണ്. ഇനി ഇത് കോഴിക്കോടിൻ്റെയും കൊച്ചിയുടെയും ഇരട്ട കേന്ദ്രമാർന്ന സമുദ്രലോകത്തിൻ്റെയും ചരിത്രമാണ്. 15-ാം നൂറ്റാണ്ടോടെ മലബാർ തീരം ഏഷ്യയിലെ ഏറ്റവും സജീവമായ സമുദ്ര മേഖലകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറേബ്യ, കിഴക്കൻ ആഫ്രിക്ക, പേർഷ്യ ഇവയ്ക്കെല്ലാം ഇടയിലുള്ള ബന്ധങ്ങൾ ഇതിനകം ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തം, യൂറോപ്പിൽ കേരളത്തിന് സമുദ്ര ലോകം സൃഷ്ടിച്ചിട്ടില്ല. അവർ എത്തിയപ്പോൾ ഈ ലോകം ഇതിനകം തന്നെ സമ്പന്നവും ക്രമബന്ധവും ലോക പ്രാധാന്യമുള്ളതായി തീർന്നിരുന്നു. ഇനി നമ്മൾ പോകുന്നത് 4-ാം ഭാഗത്തിലേക്കാണ്. 4-ാം ഭാഗം തുടങ്ങുന്നത് 1498-ലാണ്. ഒരു യൂറോപ്യൻ കപ്പൽ പട മലബാർ തീരത്തെത്തി. അതിൻ്റെ നായകൻ, അതിൻ്റെ ക്യാപ്റ്റൻ വാസ്കോഡ ഗാമ എത്തിയത് കോഴിക്കോടിനടുത്ത്. ബ്രിട്ടാനിക്കയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതാണ് കേരളത്തിലെ വിദേശ ഇടപെടലുകളുടെ യുഗത്തിൻ്റെ തുടക്കം. പക്ഷേ അവരെത്തിയപ്പോൾ ഇവിടം ശൂന്യമായ ഒരു തീരമായിരുന്നില്ല. ഈ ലോകത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അത് കാരണത്താൽ തന്നെയാണ് അവരിവിടെ എത്തിയത്. ശക്തനായ സാമൂതിരിയുടെ ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നു. അനുഭവസമ്പന്നരായ മുസ്ലിം വ്യാപാരികൾ സമൂഹം ഇവിടെ ഉറച്ചു നിന്നു. അതിനാൽ വാസ്കോഡ ഗാമ ആഗ്രഹിച്ച ഉടമ്പടി അദ്ദേഹത്തിന് ലഭിച്ചില്ല. അത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞതാണല്ലോ, കോഴിക്കോട്ടങ്ങാടിയുടെ എപ്പിസോഡിൽ. ബ്രിട്ടാനിക്ക ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥാപിതമായിരുന്ന വ്യാപാരികളുടെ എതിർപ്പും പോർച്ചുഗീസുകാരുടെ രാഷ്ട്രീയ മൂല്യബോധവും ഇതിന് കാരണമായി എന്നാണ്. ഇവിടെയാണ് നമ്മുടെ കടലിൻ്റെ ഭാഷ മാറുന്നത്. ഇതുവരെ കടൽ കൊണ്ടുവന്നിരുന്നത് പ്രധാനമായും വ്യാപാരവും കൈമാറ്റവുമായിരുന്നു. എന്നാൽ ഇതിന് ശേഷം കൊണ്ടുവരുന്നത് ആയുധവും അധിനിവേശാഭിലാഷവുമാണ്. അതാണ് ഈ വർഷത്തിൻ്റെ പ്രാധാന്യം. കോഴിക്കോട് അങ്ങാടിയിൽ പറഞ്ഞതുപോലെ ആഗ്രഹിച്ച ഉടമ്പടി ലഭിക്കാതിരുന്ന വാസ്കോഡ ഗാമ തിരിച്ചുപോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ 16-ാം നൂറ്റാണ്ടിലെ തിരിച്ചുവരവ് വെറും മസാല വാങ്ങാൻ മാത്രമായിരുന്നില്ല. അവർക്ക് വേണമായിരുന്നത് മസാല വ്യാപാരത്തിൻ്റെ മേൽ ഏകാധിപത്യ നിയന്ത്രണമായിരുന്നു. ബ്രിട്ടാനിക്ക പ്രകാരം അവർ മലബാർ തീരത്തിലെ വ്യാപാരത്തിൽ വലിയ സ്വാധീനം നേടിയെങ്കിലും സാമൂതിരിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ പൂർണ്ണമായും തകർക്കാനായില്ല, സ്വാധീനിക്കാനായില്ല. അത്രയും ശക്തനായിരുന്നു സാമൂതിരി. അതിനാൽ അവരുടെ പ്രധാന സമുദ്ര അടിത്തറയായി അവർക്ക് കോഴിക്കോടിനെ മാറ്റാൻ സാധിച്ചില്ല. പക്ഷേ അവരതിൽ വിജയിച്ചു. അവർ മാറിയത് കൊച്ചിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു. അവരുടെ പ്രധാന സമുദ്ര അടിത്തറയായി അവർ കൊച്ചിയെ മാറ്റാൻ ശ്രമിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ 1500-ൽ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കുടിയേറ്റം അവിടെ രൂപപ്പെട്ടു. 1502-ൽ ഒരു വ്യാപാര കേന്ദ്രമായി കൊച്ചി. 1503-ൽ ഇന്ത്യയിൽ ആദ്യ യൂറോപ്യൻ കോട്ടയും അവിടെ പണിതു. കൊച്ചി 1663 വരെ പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രമായി തുടർന്നു. എന്നാൽ കോഴിക്കോട് വഴങ്ങിക്കൊടുത്തില്ല, സാമൂതിരി വഴങ്ങിക്കൊടുത്തില്ല. മലബാറിൽ പരമാധികാരം സ്ഥാപിക്കാൻ പോർച്ചുഗാർ നടത്തിയ ശ്രമങ്ങളെ സാമൂതിരി ശക്തമായി തടഞ്ഞു എന്നാണ് ബ്രിട്ടാനിക്ക വ്യക്തമാക്കുന്നത്. അതിനാലാണ് 16-ാം നൂറ്റാണ്ട് ഒരു സാധാരണ വ്യാപാര മാറ്റത്തിൻ്റെ കാലമല്ല എന്ന് പറയുന്നത്. അതൊരു സംഘർഷകാലമാണ്. പോർച്ചുഗീസ് കടൽ ശക്തി, പ്രാദേശിക ഭരണാധികാരികൾ, പഴയ വ്യാപാര സമൂഹങ്ങൾ ഇവ തമ്മിൽ ഏറ്റുമുട്ടിയ കാലം. പക്ഷെ നാട്ടുവ്യാപാരികളുടെ ശക്തി അത്ര എളുപ്പത്തിൽ മായാതെ നിന്നു.
കേരളത്തിലെ വ്യാപാര ഗണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് വ്യാപാരികൾ ഉൾനാടൻ മാർഗങ്ങളിലൂടെ പുതുവഴികൾ കണ്ടുപിടിച്ച് നിലനിന്നു എന്നാണ്. വ്യാപാരം രൂപം മാറി, പക്ഷെ അവസാനിച്ചില്ല. ഇതായിരുന്നു 4ാമത്തെ ഭാഗം. കൊച്ചി ഉയർന്നു വന്ന കാലം, കോഴിക്കോട് വഴങ്ങാതിരുന്ന കാലം. ഇനി അടുത്തത് നമ്മൾക്ക് 5ാം ഭാഗത്തിലേക്ക് കടക്കാം. 5ാം ഭാഗത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് ഡച്ചുകാരാണ്. ഈ 5ാം ഭാഗം 1603 മുതൽ 1795 വരെയുള്ള കാലമാണ്. ഇപ്പോഴാണ് ഡച്ചുകാർ രംഗപ്രവേശനം ചെയ്യുന്നത്. പൊന്നാനിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം രേഖപ്പെടുത്തുന്നത് 1603 ഡച്ചുകാരുടെ ആദ്യ പ്രയത്നം മലബാർ തീരത്തേക്ക് എത്തിയതായി എന്നാണ്. അവർ വന്നത് സാധാരണ വ്യാപാരികൾ ആയി മാത്രമല്ല, പോർച്ചുഗീസുകാരുടെ ശക്തിയെ നേരിടാൻ വളരെ ശക്തമായി തന്നെയാണ് അവരെത്തിയത്. കാലക്രമേണ അവർ മലബാറിൽ പോർച്ചുഗീസുകാരുടെ ശക്തിയെ തകർത്തു. എന്നാൽ സാമൂതിരിയുടെ രാഷ്ട്രീയ വലയത്തെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ അവർക്കും കഴിഞ്ഞില്ല. അത്ര ശക്തനായിരുന്നു സാമൂതിരി. അതിനാൽ അവരെന്ത് ചെയ്തു? ഇതിനു മുൻപ് പോർച്ചുഗീസുകാർ ചെയ്ത അതേ കാര്യം തന്നെ ഡച്ചുകാരും ചെയ്തു. നേരെ കൊച്ചിക്ക് വിട്ടു. 1663 അവർ കൊച്ചിയെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ബ്രിട്ടാനിക്ക പ്രകാരം 1663 മുതൽ 1795 വരെ ഡച്ച് ഭരണകാലത്ത് കൊച്ചി തൻ്റെ ഏറ്റവും സമൃദ്ധമായ കാലം അനുഭവിച്ചു എന്നാണ്. കൊച്ചിയിലെ തുറമുഖത്തിലേക്ക് കുരുമുളക്, ഏലയ്ക്ക, മറ്റ് മസാലകൾ, ഔഷധ വസ്തുക്കൾ, കയർ, തേങ്ങ, കൊപ്ര എന്നിവ നീങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഭരണം മാറിയെങ്കിലും കടലിൻ്റെ ശക്തി കേരളത്തിന് തുറമുഖങ്ങളെ സമ്പന്നമാക്കുന്ന പ്രക്രിയ തുടർന്നു. പക്ഷേ ഇതൊരു പുതിയ ലോകമായിരുന്നു. കമ്പനി വ്യാപാരത്തിൻ്റെ, കോട്ടകളുടെ, കരാറുകളുടെ നിയന്ത്രണത്തിൻ്റെ ലോകം. ഈ കാലത്ത് പൊന്നാനി പ്രത്യേക പ്രാധാന്യം ആർജിച്ചു. ഡച്ച് പൊന്നാനിയെക്കുറിച്ചുള്ള പഠനം വ്യക്തമാക്കുന്നത് 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 18ാം നൂറ്റാണ്ടിലും സാമൂതിരിയുടെ രാജ്യത്തിലേക്ക് ഡച്ച് കമ്പനിക്ക് വ്യാപാര പ്രവേശനം ലഭിച്ച പ്രധാന കവാടം പൊന്നാനിയായിരുന്നു എന്നാണ്. ഡച്ചുകാർ ശക്തരായിരുന്നുവെങ്കിലും അവർക്കും നാട്ടുരാജ്യങ്ങളുമായി ചർച്ച ചെയ്തും ഒത്തുതീർത്തും മാത്രമേ മുന്നോട്ട് പോകാൻ സാധിച്ചുള്ളൂ. ഇതാണ് കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പാഠം. വിദേശ ശക്തികൾ വന്നെങ്കിലും തീരത്തിൻ്റെ സ്വന്തം യാഥാർത്ഥ്യങ്ങളെ മുഴുവനായി ഇല്ലാതാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇനി 6ാം ഭാഗത്തിലേക്ക് കടക്കാം. 6ാം ഭാഗം തിരുവിതാംകൂറിൻ്റേതാണ്. 1729 മാർത്താണ്ഡവർമ്മ വേണാടിൻ്റെ സിംഹാസനത്തിലെത്തി. അതിനുശേഷം ചെറിയൊരു രാജ്യം ശക്തമായ രാഷ്ട്രീയ സംഘടനയിലേക്ക് ഉയർന്നു. അതിനു പിന്നാലെ കേരള ചരിത്രത്തിലെ നിർണായകമായ ഒരു സമരം വന്നു. 1741 കൊളച്ചൽ യുദ്ധം. ഇവിടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുടെ വിപുലീകരണ ശക്തികൾക്ക് ഒരു തിരിച്ചടി നൽകി. ബ്രിട്ടാനിക്ക ഇതിനെ ഡച്ചുകാരുടെ കേരളത്തിലെ ലക്ഷ്യങ്ങൾക്ക് മേലുള്ള നിർണായക തടസ്സമായി കണക്കാക്കുന്നു. ഈ യുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ വിദേശ കമ്പനികൾ മാത്രം എഴുതിയതല്ല. കേരളത്തിനകത്തു നിന്നും ശക്തമായ രാജ്യങ്ങൾ ഉയർന്നു, പാഠങ്ങൾ പഠിച്ചു, സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു, വിദേശ ശക്തികളെ നേരിട്ടു. കൊളച്ചിലിന് ശേഷം മാർത്താണ്ഡവർമ്മ യൂറോപ്യൻ രീതിയിലുള്ള സൈനിക ക്രമം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്തെ വിപുലീകരിച്ച് ശക്തമായ തിരുവിതാംകൂർ രാജ്യമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ്. അതായത് 18ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ സമുദ്ര ചരിത്രം യൂറോപ്യൻ കമ്പനികളുടെ മാത്രം കഥയല്ല, അതൊരു പ്രാദേശിക ശക്തിയുടെ പുനർജന്മത്തിൻ്റെ കഥ കൂടിയാണ്. അങ്ങനെ തിരുവിതാംകൂറിൻ്റേതായ 6ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ കടക്കുന്നത് 7ാം ഭാഗത്തിലേക്ക്. 7ാം ഭാഗം മാരിടൈം ഏജിലെ അവസാനത്തെ ഭാഗം. അത് ബ്രിട്ടീഷുകാരുടേതാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ മലബാർ തീരത്ത് മേൽക്കൈ നേടിക്കഴിഞ്ഞു എന്നത് ഒരു സത്യമായിരുന്നു. 1795 കൊച്ചി ഡച്ചുകാരും ബ്രിട്ടീഷുകാരിലേക്ക് മാറി. അതിനുശേഷം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മലബാർ പ്രദേശം നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിലേക്കും. കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് കീഴിലുള്ള സ്ഥാപന രാജ്യങ്ങളായി മാറുകയും ചെയ്തു. 1200 മുതൽ 1800 വരെ നീണ്ട കേരളത്തിൻ്റെ സമുദ്രയുഗം ഒരു അവസാനത്തിലേക്കെത്തി. ഇത് വ്യാപാരം പൂർണ്ണമായും നിർത്തപ്പെട്ട ഒരു അവസാനമല്ല. ഇത് കടലിൻ്റെ കഥയുടെ അവസാനവുമല്ല. പക്ഷേ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന തുറമുഖ കേന്ദ്രിത സ്വാതന്ത്ര്യ ലോകം, വ്യാപാരി സമൂഹങ്ങളുടെ സ്വാധീനം, പ്രാദേശിക അധികാരങ്ങളുടെ സാമ്യത, ഇവയെല്ലാം ഇനി ബ്രിട്ടീഷ് അധിനിവേശ ക്രമത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സമുദ്രയുഗം അവസാനിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ മാരിടൈം ഏജ്. കേരളത്തിൻ്റെ 1200 മുതൽ 1800 വരെയുള്ള ഈ സമുദ്ര ചരിത്രം നമുക്ക് ഒന്നുകൂടി ഓർമ്മിച്ച് നോക്കാം.
ഒന്നാം ഭാഗം 13-ാം നൂറ്റാണ്ടിലെ കോഴിക്കോടിൻ്റെ ഉയർന്നുവരവ്. രണ്ടാം ഭാഗം 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഒരു മഹാവ്യാപാര കേന്ദ്രമായി മാറുന്നു. മൂന്നാം ഭാഗം കൊച്ചിയുടെ ഉയർപ്പ്, കടലിൻ്റെ രണ്ടാമത്തെ വലിയ കവാടമായി. നാലാം ഭാഗം 1498 പോർച്ചുഗീസുകാരുടെ വരവും വ്യാപാരത്തിൻ്റെ സൈനികവൽക്കരണവും. അഞ്ചാം ഭാഗം ഡച്ചുകാരുടെ വെല്ലുവിളിയും 1663 കൊച്ചി പിടിച്ചെടുപ്പും. ആറാം ഭാഗം തിരുവിതാംകൂറിൻ്റെ ഉയർപ്പും 1741 കുളച്ചൽ യുദ്ധവും. ഏഴാം ഭാഗം ബ്രിട്ടീഷ് മേൽക്കോയ്മയും സമുദ്രയോഗത്തിൻ്റെ അവസാനവും. പക്ഷേ അതിനുശേഷം 1800 മുതൽ 1947 വരെ കേരളത്തിൻ്റെ കഥ സമുദ്രയുഗത്തിലെ കഥയിൽ നിന്നും കൊളോണിയൽ യുഗത്തിലേക്ക് മാറുന്നു. അവിടെ തുറമുഖങ്ങൾ ഇപ്പോഴും പ്രധാനമാണ്, വ്യാപാരവും പ്രധാനമാണ്. പക്ഷേ ഇനി വേദിയുടെ നടുവിൽ നിൽക്കുന്നത് അധിനിവേശ ഭരണവും സാമൂഹിക മാറ്റം, രാഷ്ട്രീയ ബോധോദയം, സ്വാതന്ത്ര്യ ചലനം എന്നിവയാണ്. 6 നൂറ്റാണ്ടോളം കേരളത്തിൻ്റെ തീരം ലോകത്തിലേക്കുള്ളൊരു തുറന്ന കവാടമായിരുന്നു. അതിന് പിന്നാലെ വന്ന കൊളോണിയൽ യുഗം ആ കവാടം അടച്ചില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം പാടെ മാറ്റി. അടുത്ത എപ്പിസോഡിൽ നാം കടക്കുന്നത് ആ ലോകത്തിലേക്കാണ്. 1800 മുതൽ 1947 വരെ നീളുന്ന കേരളത്തിൻ്റെ കൊളോണിയൽ ഏജ്. എന്നെപ്പോലെ നിങ്ങളും ഈ അറിവുകളൊക്കെ ആസ്വദിക്കുന്നു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ശ്രദ്ധയോടെ ഇരിക്കുക, കൗതുകത്തോടെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ആൻഡ്